ക്രിസ്ത്യൻ പള്ളിയിലെ കുരിശു പൊളിച്ച് തീവ്ര ഹിന്ദുത്വം. ജയ് ശ്രീറാം വിളികളുമായിട്ട് പള്ളിക്കുള്ളിൽ ഇരച്ചു കയറുകയും വിശ്വാസികളുടെ ഇടയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും പള്ളിയുടെ മുകളിലുള്ള കുരിശു പൊളിക്കുകയും ചെയ്തു. നമുക്ക് അതിന്റെ വീഡിയോസ് കാണാം. വളരെ ഞെട്ടൽ ഉളവാക്കുന്ന സംഭവമാണ്. ഇന്ത്യൻ എക്സ്പ്രസ് അടക്കമുള്ള പ്രമുഖ മാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ട്. കതവുകൾ അടിച്ചു തകർത്തു. പള്ളി ആക്രമിച്ചു. An under-construction church barely 30 kilometers away from Kolkata was vandalized on 5th July when a mob barged in and threatened the small Christian community there. വിശ്വാസത്തെയാണ് തകർത്തത്, ഞങ്ങളുടെ ദൈവത്തെയാണ് തകർത്തത്. আচ্ছা, সেদিন কি ঘটনা হয়েছিল একটু বলবেন? প্রথমে আমি ভাত খেতে বসেছিলাম, ভাত খাওয়ার পরে আমি যখন জল ফেলতে যাচ্ছি খানিক লোক আসছে আর এই দিক দিয়ে চারটি দল খানিক লোক আসছে। সবাইকে আমি যখন ডাকছি, আমাদের বাড়ির সবাইকে ডেকে নিয়ে যখন ভেতরে ঢুকছি, আপনাদেরকে জিজ্ঞেস করছি, বলছি কি যে আপনারা এখানে কি করতে এসেছেন? বলছে যে এখানে কোনো চার্জ হবে না। কাগজ দেখুন, কাগজ দেখে এটা ভাঙচুর করতে আমরা সবাইকে তারা আমাদের খ্রিস্টান যদি হবো তারা সাদা ধান পরে ঘুরবে, সাদা সিঁদুর পরবো। വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇന്ത്യൻ എക്സ്പ്രസ് കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് നമ്മുടെ നാട്ടിൽ ഏത് രീതിയിലുള്ള മത തീവ്രവാദവും യോജിക്കാൻ കഴിയാത്തതാണ്. അത് ഹിന്ദു ചെയ്താലും ക്രിസ്ത്യാനി ചെയ്താലും മുസ്ലിം ചെയ്താലും ആര് ചെയ്താലും വളരെ നീചമായ ആക്രമണമാണ്. ഈ ചിത്രം ഉത്തർപ്രദേശിൽ നിന്നുള്ളതാണ്. കുറച്ചു കാലം മുമ്പേ ഈ ചിത്രം ഉത്തർപ്രദേശിൽ നിന്നുള്ളതാണ്. അന്നും ഉത്തർപ്രദേശിൽ ഇതേപോലെ പള്ളിയിൽ കയറി ജയ് ശ്രീറാം വിളിക്കുക. ഓർക്കുക, ഗാന്ധിജിയുടെയാണ് രാമൻ. ഈ തീവ്ര ഹിന്ദുത്വവാദികൾക്ക് രാമനോടൊരു താല്പര്യമോ വിശ്വാസമോ ഒന്നുമില്ല. മനഃപൂർവ്വം അലം ഉണ്ടാക്കാനും പ്രശ്നം ഉണ്ടാക്കാനും ഓരോ സ്ഥലങ്ങളിൽ കയറി അവർ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. ഇത് കഴിഞ്ഞ വർഷത്തെ അതിരൂക്ഷമായ ആ വാർത്തയും കൂടെ കാണാം. കഴിഞ്ഞ വർഷം 2024 ഉത്തർപ്രദേശിലാണ് നടന്നത്. കാവിക്കൊടി പള്ളിയിൽ കുരിശിന്റെ മേളിൽ കൊണ്ടുപോയി കിട്ടുന്നത്. ഇതൊന്നും ചെയ്യേണ്ട ഇതൊക്കെയാണ് തീവ്ര ഹിന്ദുത്വത്തിന്റെ അതിക്രമങ്ങൾ. ഒരു കാരണവശാലും യോജിക്കാൻ കഴിയാത്തത്. അതിശക്തമായ അപലപിക്കേണ്ട കാര്യങ്ങളാണ്. അതിശക്തമായി നമ്മൾ കണ്ടം ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആ ക്രിസ്ത്യൻ സഹോദരങ്ങളോടൊപ്പം 100% നമ്മുടെ സംസ്കാരവും ഭരണഘടനയും എല്ലാ മതങ്ങളെയും ബഹുമാനിക്കാനാണ് പഠിപ്പിക്കുന്നത്. വളരെ വേദന തോന്നിയ ഒരു ഇൻസിഡന്റ് ആണ്. ഇവിടത്തെ ക്രിസംഗികളടക്കം അത് മിണ്ടില്ല. കാര്യം അവർക്ക് ഹിന്ദുത്വയ്ക്ക് കുഴലൂതുകയാണ് അവരുടെ പണി. അതുകൊണ്ട് അവർ മിണ്ടില്ല. പക്ഷെ ആ ക്രിസ്ത്യൻ സഹോദരങ്ങളോടൊപ്പം ഇന്ത്യ മുഴുവൻ നിൽക്കണം.